കർത്താവിനോട് അവർ ചോദിച്ചില്ല. അവിടെ കിടന്ന കല്ലുകൾ 5 പളങ്കുമണികൾ അവൻ പിറക്കി അവന്റെ കീശയിലിട്ടു. വടിയും എന്തിനാന്ന് പറയണേ, കവിണയുമായിട്ട് അവൻ മുന്നേറി. ഇനി ആ രംഗമൊന്ന് കാണണം. ഒരു വശത്ത് ഫിലിസ്തീൻ സൈന്യങ്ങൾ, ഒരു വശത്ത് ഇസ്രായേൽ സൈന്യങ്ങൾ നോക്കി നിൽക്കേ. എന്ത് യുദ്ധ കാണണേ. അവർക്കെല്ലാം തോന്നി, എന്തൊരു മണ്ടത്തരമാണ് ഈ രാജാവ് ചെയ്യണേ. ഇത്രയും വലിയ സൈന്യാധിപരായ ഞങ്ങൾക്ക് പറ്റാത്ത കാര്യം ഈ ഒരു ബാലനെ അയക്കണം. അങ്ങേ വശത്ത് ഫിലിസ്തീന്റെ ആർമിക്ക് ഭയങ്കര സന്തോഷമായി. ഇപ്പോ ഞങ്ങളുടെ മല്ലൻ ഈ ബാലനെ വലിച്ച് കീറി ആകാശത്തിലെ പറവകൾക്ക് ഇട്ടുകൊടുക്കും. യുദ്ധം നമ്മൾ ജയിക്കും, ഇസ്രായേലിനെ ഞങ്ങൾ ആക്രമിക്കും. ഈ വികാര കൈലിയേറ്റത്തിന്റെ ഉള്ളിൽ ഇതാ എല്ലാവരും നോക്കി നിൽക്കേ. മല്ലൻ ഗോലിയാത്ത് അലറുകയാണ്. എന്നോട് യുദ്ധം ചെയ്യാൻ ഈ കുഞ്ഞിനെ അയച്ചിരിക്കണോ? എന്നോട് യുദ്ധം ചെയ്യാൻ ഒരു വടിയുമായിട്ട് ഇവനെ അയച്ചിരിക്കണോ? വാടാ, നിന്നെ ഞാനിപ്പോ വലിച്ചു കീറി, നിന്റെ കാല് കീറി ഞാൻ ആകാശത്തിലെ പക്ഷികൾക്ക് എറിഞ്ഞു കൊടുക്കും. നിന്റെ മാംസം ഇപ്പോ ഇവിടെ വിതറും. ദാവീദ് പറഞ്ഞു, ഇപ്പൊ കാണാം ആരാരുടെ മാംസമാണ് കീറുന്നതെന്നാണ്. എന്നോട് യുദ്ധം ചെയ്യാൻ നീ ഇത്രയും വലിയ പടക്കോപ്പുകളുമായിട്ട് വന്നിരിക്കുന്നുവോ? എന്റെ കയ്യിൽ ഒരു യുദ്ധായുധങ്ങളുമില്ല. എന്നാൽ ഇന്ന് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് നിന്നെ എന്റെ കയ്യിൽ അമർത്തും. എന്റെ കൂടെ ഇസ്രായേലിന്റെ ദൈവം എന്റെ കൂടെ ഉണ്ട്. ഇന്ന് ഈ ലോകമറിയും ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന്. ആ ദൈവം സർവശക്തനാണെന്നും ഇന്നറിയും. ആ ദൈവം എന്റെ കയ്യിലൂടെ നിന്റെ രാജ്യത്തെ അവസാനിപ്പിക്കും. ഇത് പറഞ്ഞുകൊണ്ട് ദാവീദ് ബാലൻ 5 പളങ്കുമണികളിൽ ഒന്നേ എടുക്കേണ്ടി വന്നുള്ളൂ. ആ ഒരു കൽക്കഷ്ണം അവന്റെ സ്ലിഗിൽ, അവന്റെ കവടയിൽ വെച്ചുകൊണ്ട് കർത്താവിന്റെ നാമത്തിൽ കറക്കി ഒറ്റ വീശിയപ്പോൾ ആ കല്ല് ചെന്ന് രാക്ഷസനായ ഗോലിയാത്തിന്റെ നെറ്റിത്തളത്തിൽ കയറിയതാ. ഗോലിയാത്ത് മലന്നടിച്ചു വീഴുക. ഇവിടെ അംഗസംഖ്യയാണോ, ശക്തിയാണോ, മനുഷ്യന്റെ ശക്തിയാണോ? എന്താ യുദ്ധം ജയിച്ചത്? ദാവീദ് കുമാരൻ ഗോലിയാത്തിന്റെ നെഞ്ചിൽ ചവിട്ടി നിൽക്കുന്ന ഗോലിയാത്തിന്റെ വാളെടുത്തുകൊണ്ട് അവന്റെ തല വെട്ടിയിട്ട തലയുമേന്തിക്കൊണ്ട് നിൽക്കുകയാണ്. ഫിലിസ്തീൻ ആർമി ഓടി. അവരെ പിന്തുടർന്ന് ഇതാ ഇസ്രായേൽ ആർമി പിന്തുടരുന്നു. എല്ലാവരെയും പിടിച്ചടക്കി. യുദ്ധം ഇസ്രായേൽ ജയിക്കുന്നു. ഇതെല്ലാം ദൈവരാജ്യത്തിന്റെ, വരാനിരിക്കുന്ന ദൈവരാജ്യത്തിന്റെ വെറും സൂചനകളാണ്. ഇതിൽ നിന്നും നമ്മൾ പഠിക്കണം. ആ ദാവീദിന്റെ മകനായ യേശുവാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരിലും നിറഞ്ഞുകൊണ്ട്, ഓരോരുത്തരെയും ഒരു ദാവീദാക്കിക്കൊണ്ട്, ജോന ഭാർക്കിനെ ഒരു ദാവീദാക്കിക്കൊണ്ട്, കൊച്ചു ത്രേസ്യയെ ദാവീദാക്കിക്കൊണ്ട്, മദർ ത്രേസ്യയെ ദാവീദിനെ പോലെ ആക്കിക്കൊണ്ട് ഇപ്പോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമ്മളിപ്പോഴും പൂർവശാപവും പാപവും അതിന്റെ ശിക്ഷയും പിടിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ ഇതിനെല്ലാം ജയിച്ച പരമോന്നതനായ ദൈവം മനുഷ്യന്റെ തിന്മകളെ പരിഗണിക്കാതെ, യെശയ്യായുടെ പുസ്തകത്തിൽ 42-ാം അധ്യായത്തിൽ 19-ാമത്തെ വചനത്തിൽ പറയുകയാണ്, എന്റെ ദാസനെ പോലെ അന്ധനായ ആരുണ്ട്? എന്റെ ദാസനെ പോലെ ബധിരനായ ആരുണ്ട്? ഇതാരെക്കുറിച്ചാ പറയണേ? ആരെക്കുറിച്ചാ പറയണേ? കർത്താവ് ഈശോ മിശിഹായെ കുറിച്ചാ പറയണേ. കർത്താവിന്റെ ദാസനായ
ഈശോ മിശിഹായെ കുറിച്ചാണ് പ്രവചനം. എന്റെ ദാസനെ പോലെ അന്ധനായ ആരുണ്ട്? ആരെങ്കിലും ഒന്ന് വായിക്കാമോ? 42-ാം അധ്യായത്തിൽ 18-ഉം 19-ഉം അല്ലെങ്കിൽ 18 മുതൽ വായിക്കാം. ബധിരരെ കേൾക്കുവിൻ, അന്ധരെ നോക്കിക്കാണുവിൻ. എന്റെ ദാസനല്ലാതെ ആരുണ്ട് കുരുടനായി? ഞാൻ അയക്കുന്ന ദൂതനെ പോലെ ബധിരനായ ആരുണ്ട്? എന്റെ വിശ്വസ്തനെ പോലെ, കർത്താവിന്റെ ദാസനെ പോലെ കുരുടനായ ആരുണ്ട്? തുറന്നോ. അവൻ കണ്ടിട്ടും കാണുന്നില്ല, കേട്ടിട്ടും കേൾക്കുന്നില്ല. തുറന്നോ. കർത്താവ് തന്റെ നീതിയെ പ്രതി നിയമത്തെ ഉത്കൃഷ്ടമാക്കും. പ്രൈസ് ദ ലോർഡ്. അപ്പൊ ആരെ കുറിച്ചാ ഈ പറയണേ? ഈ വചനം നമ്മളധികം കേട്ടിട്ടില്ല അല്ലേ? കേട്ടിട്ടുണ്ടോ? എന്റെ ദാസനെ പോലെ അന്ധനായ ആരുണ്ട്? കർത്താവ് ഈശോ മിശിഹ തന്റെ പരസ്യ പ്രഘോഷണ ജീവിതത്തിൽ സ്നേഹത്തിന്റെയും കരുണയുടെയും ആ കൊടുമുടിയായതുകൊണ്ട്, അത് നിറഞ്ഞു തുളുമ്പുന്നത് കൊണ്ട് മനുഷ്യരുടെ പാപങ്ങൾ കണ്ടിട്ടും കാണുന്നില്ല, മനുഷ്യരുടെ തെറ്റുകൾ കണ്ടിട്ടും കാണുന്നില്ല, അത് കേട്ടിട്ടും ശ്രമിക്കുന്നില്ല. കാരണം എന്തുകൊണ്ടാ മനുഷ്യർ മുഴുവൻ പാപം ചെയ്യണേ? എന്തുകൊണ്ടാ? അവരിൽ നിന്ന് പാപം എടുത്ത് മാറ്റാത്തത് കൊണ്ട്. പാപം ആര് മാറ്റും? പാപം മാറ്റാനാണ് കർത്താവ് ഈശോ മിശിഹ വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ഓരോരുത്തരുടെയും പാപം തോണ്ടി തോണ്ടി കാണിക്കണോ? അതുകൊണ്ട് അവൻ ആരുടെയും പാപം കാണുന്നില്ല. അതാണ് ലത്തീൻ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഓ ലോർഡ്, ഡോണ്ട് ലുക്ക് അറ്റ് അവർ സിൻസ്, ബട്ട് ലുക്ക് അറ്റ് ദ ഫെയ്ത്ത് ഓഫ് യുവർ ചർച്ച് ആൻഡ് ഗ്രാന്റ് us പീസ്. ലുക്ക് അറ്റ് ദ ഫെയ്ത്ത് ഓഫ് യുവർ ചർച്ച്. വിശ്വാസമാണ്. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ ഈ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വിശ്വാസം നമ്മൾ മനസ്സിലാക്കണം. പുതിയ നിയമത്തിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു. ഇനി ആ പഴയ നിയമങ്ങളെ പുതിയ നിയമങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പൗലോസ് ശ്ലീഹ പറഞ്ഞിരിക്കുന്നത് എബ്രായ ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ 7-ാമത്തെ വചനം പറയുന്നത് ഇതാണ്: പഴയ ഉടമ്പടിയിൽ അതിൽ തന്നെ പൂർണ്ണത ഉണ്ടാകാതിരുന്നത് കൊണ്ടല്ലേ പുതിയതിന്റെ ഒന്ന് ആവശ്യം വന്നത്. സിമ്പിൾ ലോജിക് ഇല്ലേ? പഴയ ഉടമ്പടി പൂർണ്ണത നിറഞ്ഞതായിരുന്നുവെങ്കിൽ പുതിയ ഒന്നിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? മനസ്സിലായോ? എന്തുകൊണ്ടാണ് പുതിയ ഒന്നിന്റെ ആവശ്യം വന്നത്? പഴയ ഉടമ്പടിയിൽ പൂർണ്ണത ഇല്ലായിരുന്നു. ഒരു പുതിയ. അപ്പോ ആരെങ്കിലും ഒന്ന് വായിക്കാം. എബ്രായ ലേഖനം 8-ാം അധ്യായം 7-ാമത്തെ വചനം. ആദ്യത്തെ ഉടമ്പടി കുറ്റമറ്റതായിരുന്നെങ്കിൽ രണ്ടാമതൊന്നിന് അവസരം ഉണ്ടാകുമായിരുന്നില്ല. ആദ്യത്തെ ഉടമ്പടി കുറ്റമറ്റതായിരുന്നുവെങ്കിൽ രണ്ടാമതൊന്നിന് അവസരം ഉണ്ടാകുമായിരുന്നില്ല. ആദ്യത്തേത് കുറ്റമറ്റതായിരുന്നുവെങ്കിൽ രണ്ടാമതൊന്നിന് അവസരം ഉണ്ടാകുമായിരുന്നില്ല. തുറന്നു വായിച്ചോ. അവിടുന്ന് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അരുളി ചെയ്തു. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ കുടുംബവും യൂദാ കുടുംബവുമായി ഞാനൊരു പുതിയ ഉടമ്പടി ചെയ്തിരിക്കുന്നു. തുറന്നു വായിച്ചോളൂ. ആ ഉടമ്പടി അവരുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ അവരെ കൈപിടിച്ച് നടത്തിയ ആ ദിവസങ്ങൾ പോലെ, ആ ദിവസം അവരുമായി ചെയ്ത ഉടമ്പടി പോലെ ആയിരിക്കുകയില്ല. എന്തെന്നാൽ കർത്താവ് അരുളി ചെയ്യുന്നു, അവർ എന്റെ ഉടമ്പടിയിൽ ഉറച്ചു നിന്നില്ല,
അതുകൊണ്ട് ഞാനും അവരെ ശ്രദ്ധിച്ചില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു. ആ ദിവസങ്ങൾക്ക് ശേഷം, എല്ലാവരും കരമുയർത്തി, കർത്താവ് അരുളി ചെയ്യുന്നു. ആ ദിവസങ്ങൾക്ക് ശേഷം ഇസ്രായേൽ ഭവനവുമായി ഞാൻ ചെയ്യുന്ന ഉടമ്പടി ഇതാണ്. എന്റെ നിയമങ്ങൾ അവരുടെ മനസ്സിൽ ഞാൻ സ്ഥാപിക്കും. അവരുടെ ഹൃദയത്തിൽ ഞാൻ അവ ആലേഖനം ചെയ്യും. ഞാൻ അവർക്ക് ദൈവമായിരിക്കും, അവരെനിക്ക് ജനവും. തുടർന്ന് ആരും തന്റെ സഹപൗരനെയോ സഹോദരനെയോ കർത്താവിനെ അറിയുക എന്ന് പഠിപ്പിക്കേണ്ടതില്ല. വായിച്ചോ. എന്തെന്നാൽ എല്ലാവരും അവരിൽ ഏറ്റവും ചെറിയവൻ മുതൽ ഏറ്റവും വലിയവൻ വരെ എല്ലാവരും എന്നെ അറിയും. പ്രൈസ് ദി ലോർഡ്. തുറന്നു വായിച്ചോ. എല്ലാവരും അവരുടെ അനീതികളുടെ നേർക്ക് ഞാൻ കരുണയുള്ളവനായിരിക്കും. അവരുടെ പാപങ്ങൾ ഞാൻ ഒരിക്കലും ഓർക്കുകയില്ല. പുതിയ ഒരു ഉടമ്പടിയെ പറ്റി പറയുന്നത് കൊണ്ട് ആദ്യത്തേതിനെ അവൻ കാലഹരണപ്പെടുത്തിയിരിക്കുന്നു. എല്ലാവരും ശബ്ദമുയർത്തി ഒന്നുകൂടി. പുതിയ ഒരു ഉടമ്പടിയെ കുറിച്ച് പറയുന്നത് കൊണ്ട് ആദ്യത്തേതിനെ അവൻ കാലഹരണപ്പെടുത്തിയിരിക്കുന്നു. തുടർന്ന് കാലഹരണപ്പെട്ടതും പഴക്കം ചെന്നതുമാകട്ടെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതാണിപ്പോ നിങ്ങൾ കേൾക്കുന്നത്. നമ്മൾ ഇപ്പോഴും കാലഹരണപ്പെട്ട ആ ഉടമ്പടിയാണോ പ്രഘോഷിക്കേണ്ടത്, അതോ പുതിയ ഉടമ്പടിയാണോ പ്രഘോഷിക്കേണ്ടത്? അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ആദ്യം നിങ്ങൾ ദൈവരാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകും എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഇപ്പൊ ഈ ദൈവനീതിയും ദൈവത്തിന്റെ കരുണാർദ്രമായ സ്നേഹവും നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ അധികവും ധ്യാനത്തിലൊക്കെ കേൾക്കുന്നൊരു സാക്ഷി ഞാൻ പറയാം. ഒരു സാക്ഷിയുണ്ട്. എന്റെ മോൾക്ക് വിസ കിട്ടാണ്ട് ഞാൻ വളരെയധികം വിഷമിച്ചിരുന്നപ്പോ ധ്യാനം കൂടാൻ പോയി കഴിഞ്ഞു വന്നപ്പോ വിസ അടിച്ചു വന്ന് കിടക്കണം. പ്രൈസ് ദി ലോർഡ്. ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും എന്നത് എന്റെ ജീവിതത്തിൽ പൂർണ്ണമായി. എല്ലാവരും കൈയടിച്ച് ആ സാക്ഷി ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഇനി വിസ ക്യാൻസൽ ആവുമെന്ന് പേടിച്ചും കൊണ്ട് ശരിക്കും പോയിട്ട് എല്ലായിടത്തും പറയുകയും ചെയ്യില്ലേ. ഇങ്ങനെ ഓരോ സാക്ഷ്യങ്ങൾ കാണുമ്പോൾ നമുക്കും ഭയങ്കര ശരിയല്ലേ. പക്ഷേ എന്താ നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, യോഹന്നാൻ ക്രൂസ് പറഞ്ഞ കാര്യം എന്താ? ഒരമ്മ കുഞ്ഞിന് വേണ്ടി നല്ല ഭക്ഷണം ഉണ്ടാക്കി വെച്ചു. പക്ഷെ കുഞ്ഞ് കരയണത് ഈ വലിയ ആൾക്കാർ കഴിക്കുന്ന ഭക്ഷണം തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞ് കരയാണ്. അവസാനം കുഞ്ഞിന് അത് കൊടുത്തു. എന്നാൽ ഇതിനേക്കാൾ വലിയ മധുരമേറിയ പോഷകാഹാരങ്ങൾ നിറഞ്ഞൊരു ഭക്ഷണം അവിടെ ഉണ്ടാക്കി വെച്ചത് അവിടെ തന്നെ ഇരിക്കുക എന്ന പോലെ ദൈവരാജ്യത്തിന്റെ വിസ്മരണീയമായ വെളിപ്പെടുത്തലുകളുടെ ആ നിധി നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് അവിടെ ഇരിക്കുക. നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് ബഹളം ഉണ്ടാക്കി കരഞ്ഞപ്പോ എന്നാ ശരി നീ ഇതുകൊണ്ട് പോ, സമാധാനം. ഇതാണ് ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനയും മധ്യസ്ഥ പ്രാർത്ഥനയും. എനിക്ക് അറിഞ്ഞൂടെ അഡറേഷനിലും ഒക്കെ ചിലപ്പോൾ ഇതായിരിക്കും. അതുകൊണ്ട് നമ്മൾ വളരുന്നില്ല. നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തി ഒരു വീടുണ്ടാക്കി, സമാധാനായി. എടി മോളെ, ഞാൻ മരിക്കണേക്ക് മുമ്പ് നിനക്കൊരു സ്വന്തമായിട്ടൊരു വീട് കിട്ടിയാൽ മതിയായിരുന്നു. ഇത് മാത്രം അമ്മയുടെ പ്രാർത്ഥനയുള്ളൂ.
എന്നാ ശരി, അമ്മയുടെ ആഗ്രഹം സാധിക്കട്ടെ എന്ന് വിചാരിച്ച് വീടുണ്ടാക്കി. അമ്മയോട് പറഞ്ഞിട്ടില്ല ഇത് മുഴുവനും ബാങ്ക് ലോണാണെന്നുള്ള കാര്യം. ഇനി ജീവിതകാലം മുഴുവനും 30 വർഷത്തെ മോർഗേജാ. ഇവിടെ ആയാലും ഇംഗ്ലണ്ടിലായാലും അമേരിക്കയിലായാലും. ഇവിടുന്ന് പോണ ചേട്ടൻ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നടത്തി ഒരു 35-40 വയസ്സിലാണ് അവിടെ ചെല്ലണേ. അത് കഴിഞ്ഞ് 30 വർഷത്തെ ഒരു മോർഗേജ്. അപ്പോൾ 40 വയസ്സിൽ മുതലേ ശേഷകാലം 70 വയസ്സ് വരെ ഇയാളുടെ ലക്ഷ്യം മുഴുവനും എന്താ? ഈ മോർഗേജ് അടച്ചു തീർക്കണം. ഇതാണ് നമ്മുടെ ആളുകളുടെ സാധാരണ ഒരു മെജോറിറ്റി 75% ആളുകളുടെ ഫോറിൻ ലൈഫ് എന്ന് പറഞ്ഞതാണ്. വർഷത്തിലൊരിക്കൽ നാട്ടിൽ വരുമ്പോ അതുവരെ ഉണ്ടായിരുന്ന സമ്പാദ്യം മുഴുവനും ഇവിടെ പൊടിച്ചു. ഫോറിൻ ലിക്കറും പാർട്ടിയും ഇതൊക്കെ കൊണ്ടുവന്നു. നല്ല മുത്തുമണിയുള്ള സ്വർണ്ണമാലയും ജുബയും ഒക്കെ ഇട്ട് നമ്മളിവിടെ അടിച്ചു പൊളിച്ച് നടക്കും. അപ്പോൾ അനിയന്മാരും അവരും ഇവരൊക്കെ വരും. അവർക്കൊക്കെ ഓരോ കുപ്പി. സന്തോഷിക്കണം, ആഘോഷിക്കും. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആർക്കെങ്കിലും അറിയോ നമ്മൾ ഈ കഞ്ഞിയും ചമ്മന്തിയും കൊണ്ടാണ് അവിടെ കഴിയണേന്നുള്ള കാര്യം? നമുക്കിപ്പോ എത്ര പേഴ്ത്ത് വല്ലതും വേണോ? ഭാര്യ നൈറ്റ് ഡ്യൂട്ടിയോട് നൈറ്റ് ഡ്യൂട്ടി, 5 നൈറ്റ്, 6 നൈറ്റ്, 7 നൈറ്റ്. എന്നിട്ടും കടം തീരാണ്ടാകുമ്പോൾ സാറ്റർഡേയും സൺഡേയും പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിക്കുന്ന ജോലിയും. അങ്ങനെയൊക്കെയാണ് ബ്രദറെ ഞങ്ങൾ ഇവിടെ ജീവിക്കണത്. നാട്ടിലെ ആളുകളുടെ വിചാരം ഇവിടെ ഒരു ഡോളറിന്റെ മരമുണ്ട്, അതിങ്ങനെ കൊലുക്കും വഴിക്കും അങ്ങോട്ട് വരികയാണ്, അങ്ങനെ അയച്ചു കൊടുക്കട്ടെ. ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അനുജൻ പറഞ്ഞ് എനിക്ക് ജോലിയൊന്നുമില്ല, അതുകൊണ്ട് ബ്ലേഡ് കമ്പനി കൊടുക്കണം. അതിനും കൊടുത്തു. അവിടെ ചെന്നപ്പോൾ അവൻ ബ്ലേഡ് കമ്പനിയിൽ ഇരുന്ന് കുടിച്ച് മൂസായിട്ട് ഇങ്ങനെ നടക്കണം. അവനെന്താ? അവന്റെ പെങ്ങള് നേഴ്സല്ലേ അമേരിക്കയിൽ. എന്താ കുറവ്? നേഴ്സുമാർ എല്ലാവർക്കും സഹായം ചെയ്യാം. അപ്പോ ഇതെല്ലാമാണ് നമ്മളുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു പൊള്ളത്തരം. നമ്മളും എന്തിനാ ജോലി? ഒരു വീട് വേണം, ഒരു പുരയിടം വേണം, അതിന് വലിയൊരു മതിൽ കെട്ടണം, വീടുണ്ടാക്കണം, അതോടുകൂടി എല്ലാമായി എന്നാ വിചാരം. മക്കള് പഠിക്കാൻ തുടങ്ങുമ്പോൾ പറഞ്ഞേ ഞാനൊക്കെ ഭയങ്കര ദാരിദ്ര്യത്തിൽ കഷ്ടപ്പെട്ടിട്ടാണ് വളർന്നേക്കണത്, ഏതായാലും എൻ്റെ മക്കൾക്ക് അതുപോലെ കഷ്ടപ്പാടുണ്ടാകരുത്, അതുകൊണ്ട് നിനക്ക് എന്ത് ഷൂ വേണം, നിനക്ക് എന്ത് ഡ്രസ്സ് വേണം, എന്ത് വേണം ചോദിച്ചു, ഇതൊക്കെ പപ്പയും മമ്മി മേടിച്ച് തരും, ഞങ്ങൾക്കൊരു സമാധാനമാണ്, പക്ഷെ നീ ഒന്ന് പഠിച്ചാൽ മതി. എൻ്റെ ബ്രദറെ, ഞാനൊക്കെ കുഞ്ഞായിരുന്നപ്പോഴേ ഉച്ചഭക്ഷണത്തിന് അവിടുത്തെ ആ കഞ്ഞിയും ഉപ്പുമാവും കൊടുത്തിരുന്നപ്പോൾ ഞങ്ങൾക്കത് കഴിക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ നിന്ന് അതൊന്നും കഴിക്കരുത്, നമ്മുടെ കുടുംബക്കാർ അവിടെ ഒന്നും പോയിരുന്ന് കഴിക്കരുത്. പക്ഷെ എന്നാൽ കുടുംബത്തിലൊന്നും ഇല്ലാതെ. അപ്പൊ അവിടെ ഉപ്പുമാവ് വിളമ്പുന്ന നേരത്ത് ഞങ്ങള് ആ ഭാഗത്തുനിന്ന് ഓടി വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി കളിച്ച് നടക്കും. ട്രൗസറിന്റെ ഇത് ബെൽറ്റ് അങ്ങ് കൂടുതൽ ടൈറ്റാക്കി കെട്ടും. പിന്നെ അത് കഴിഞ്ഞ് സ്കൂൾ കഴിഞ്ഞ വഴി വീട്ടിലേക്ക് ഒരു ഓട്ടമാണ്. അവിടെ വന്ന് നോക്കുമ്പോൾ ഒരു ഇച്ചിരി കഞ്ഞിയുണ്ട്, അത് കുടിച്ച് എങ്ങനെയെങ്കിലും ഞങ്ങൾ അങ്ങനെ ജീവിച്ചു. അങ്ങനെ ജീവിച്ച ഞങ്ങളാണ് ഇന്ന് അമേരിക്കയിൽ വന്നു, ഇംഗ്ലണ്ടിൽ വന്നു, ഓസ്ട്രേലിയയിൽ വന്നു. ഞങ്ങൾക്ക് 2 കാറ്, വലിയ ബംഗ്ലാവ്, പെട്രോൾ പമ്പ് സ്വന്തമായിട്ട്, അത് ഇത് ഇങ്ങനെയൊക്കെ. ദൈവം ഞങ്ങളെ പരിപാലിച്ചു. പക്ഷേ മക്കൾക്ക് ആർക്കും ഒരു വിശ്വാസമില്ല ബ്രദറെ. അവർക്ക് ആർക്കും ഒരു വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല. എന്താ ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞു, ഒരു വലിയ അഴിച്ചുപണി ആവശ്യമുണ്ട്, ഒരു വലിയ അഴിച്ചുപണി. മക്കളിലല്ല, നമ്മളിൽ തന്നെ. നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്, ഇതാ വചനം വരുന്നു, 1 കൊറിന്ത്യോസ് 15-ാം അധ്യായത്തിൽ 19-ാമത്തെ വചനമാണ്. 1 കൊറിന്ത്യോസ് 15-ാം അധ്യായം 19-ാമത്തെ വചനം പറയുന്നത്, നിങ്ങൾ ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നവരാണെങ്കിൽ എല്ലാ മനുഷ്യരെയും കാൾ നിർഭാഗ്യവാന്മാരാണ്. ഒന്നെല്ലാവരും ഏറ്റു പറഞ്ഞേ, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ
പ്രത്യാശ വയ്ക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എല്ലാ മനുഷ്യരെയും കാൾ നിർഭാഗ്യവാന്മാരാണ്. ഒന്നുകൂടി പറഞ്ഞേ, ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ. എന്തെന്ന് കഞ്ഞി കുടിച്ചില്ലേ? ചപ്പാത്തിയല്ലേ തിന്നേ? റൊട്ടി ഡാൽ. ഒന്ന് പറഞ്ഞേ, നിങ്ങൾ ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നവരാണെങ്കിൽ എല്ലാ മനുഷ്യരെയും കാൾ നിർഭാഗ്യവാന്മാരാണ്. ഷോക്കടിച്ചോ? ഇതാണ് നമ്മളുടെ വെളിവ് ഉണ്ടാകേണ്ടത്. 23 വർഷം മുമ്പ് എനിക്ക് 40 വയസ്സ് പ്രായത്തിൽ ഞാൻ നല്ല ജോലിയിൽ തുടിച്ചു നിൽക്കുമ്പോൾ, നല്ല ശമ്പളത്തിൽ നിൽക്കുമ്പോൾ, നല്ല കഴിവുകളിൽ നിൽക്കുമ്പോൾ കർത്താവ് എന്നെ സ്പർശിച്ചു. ഒരു ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു ഞാൻ ഭാഷാവരത്തിൽ പ്രഘോഷിക്കാൻ തുടങ്ങി. ഞാൻ ആലോചിച്ചത്, എന്ത് കേൾക്കണേ, എനിക്കറിയാത്ത ഈ ഭാഷ. അപ്പോഴാണ് മനസ്സിലായത്, ഇത് പന്തക്കുസ്താ ദിവസം അപ്പസ്തോലന്മാർ ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവ് നിറഞ്ഞ അതുപോലത്തെ ഒരു അനുഭവം എനിക്കുണ്ടായി. അന്ന് ഞാൻ എൻ്റെ ഉള്ളിൽ നിന്നും കർത്താവിൻ്റെ സ്വരം കേൾക്കാൻ തുടങ്ങി. ആരെനിക്കായി പോകും? വിളവോ വളരെ, വേലക്കാർ ചുരുക്കം. ആദ്യം കേട്ടപ്പോൾ മനസ്സിലായി ഇത് ബൈബിളിൽ എവിടെയോ കേട്ട് പരിചയമുള്ള ഒന്നാണ്. പിന്നെ തോന്നി, ഇല്ല, ഇത് എൻ്റെ ഉള്ളിൽ നിന്നും എന്നോട് ചോദിക്കുകയാണ്, നീ എനിക്കായി പോകാമോ? ഞാൻ കർത്താവിൻ്റെ ശക്തി കൊണ്ടും സ്നേഹം കൊണ്ടും നിർബന്ധിതനായി പറഞ്ഞു, ഞാൻ പോകാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തന്നെ വലിയ ഒരു അഭിഷേകം എനിക്കുണ്ടായി. അങ്ങനെ സാവധാനം ഞാൻ വചനം പ്രഘോഷിക്കാൻ തുടങ്ങി. ട്രെയിനിൽ വെച്ച് തന്നെ വചനം പ്രഘോഷിക്കാൻ തുടങ്ങി. പിന്നീട് ഉത്തരേന്ത്യ മുഴുവനും ഗ്രാമങ്ങളിലും ആരും പോകാത്ത സ്ഥലങ്ങളിലെല്ലാം പോയി. അപ്പൊ അന്ന് കേരളത്തിൽ നിന്നുള്ള വചന പ്രഘോഷകർ ഉത്തരേന്ത്യയിലും വന്ന് വചനം പ്രഘോഷിക്കുമായിരുന്നു. അവര് നമ്മുടെ മലയാളം പാട്ടിനെ തർജ്ജിമ ചെയ്ത് ഹിന്ദിയിലാക്കുമായിരുന്നു. ഉദാഹരണത്തിന്, ആകാശത്തിൻ കീഴെ വേറൊരു നാമമില്ലല്ലോ, യേശുനാം. അതെ. അപ്പൊ ഇതിന്റെ ഹിന്ദി എങ്ങനെയാന്ന് അറിയോ? आसमान के नीचे दूसरा नाम नहीं है, യേശു നാം കെ സിവ. ഇതൊന്നും ഇവര് പാടിയിട്ട് ഇവരുടെ നാവിന് ഒക്കണില്ല. മനസ്സിലാവുന്നുണ്ടോ? ഞാനിത് മനസ്സിലാക്കി. ഇതൊക്കെ പാടുമ്പോൾ അവരും മിണ്ടാതിരിക്കുള്ളൂ, നമ്മളിവിടെ അടിപൊളി പാടുന്നുണ്ട്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ഹം ലോഗോं को होता नहीं है, हमसे बनता नहीं है. ആഹാ. അപ്പൊ എനിക്ക് മനസ്സിലായി, ഓരോ നാടിനും അതിൻ്റെതായ പ്രാർത്ഥനാ ശൈലിയും പാട്ടും ഭജനും ഒക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ അവരുടെ ഗ്രാമപ്രദേശത്തിലെ അപ്പാപ്പന്മാരുടെ അടുത്തും കാറ്റക്കിസം, ഈ എന്താ പറയണത്, കാറ്റക്കിസില്ലേ, അവരുടെ കാറ്റക്കിസിൻ്റെ അടുത്ത് വയസ്സായവരാണ്. പക്ഷെ അവർ ഭയങ്കര വിശ്വാസവും എന്തോ ഒരു ആത്മധൈര്യവും അവരുടെ പാട്ടുകൾക്കുള്ള ആ മണ്ണിന്റെ മണം. അപ്പൊ അങ്ങനെ ഞാൻ ആ പാട്ടുകളൊക്കെ പഠിച്ച് ഗ്രാമങ്ങൾ തോറും വചനം പ്രഘോഷിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിച്ചൊരു പാട്ട് ഞാനൊന്ന് പാടാൻ നോക്കട്ടെ കേട്ടോ. यीशु मेरा दाता, यीशु मेरा त्राता, उसका ही मैं गुण गाता. ഇല്ലേ? അവരുടെ ശൈലിയാണത്.
यीशु मेरा दाता, यीशु मेरा त्राता, उसका ही मैं गुण गाता। वही है ईश्वर पुत्र प्यारा प्यारा, वही है ईश्वर पुत्र प्यारा प्यारा, परम पिता का वह न्यारा न्यारा, वही है सबका सहारा सहारा। यीशु मेरा दाता, यीशु मेरा दाता, उसका ही मैं गुण गाता। यीशु मेरा दाता, यीशु मेरा त्राता, उसका ही मैं गुण गाता। वही है ईश्वर पुत्र प्यारा प्यारा, वही है ईश्वर पुत्र प्यारा प्यारा, परम पिता का वह न्यारा न्यारा, वही है सबका सहारा सहारा, वही है सबका सहारा सहारा। यीशु मेरा दाता, यीशु मेरा दाता, उसका ही मैं गुण। പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞാൻ സാവധാനം സകലതും വിട്ടു, എൻ്റെ ജോലിയും വിട്ട് ഫുൾ ടൈം വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇപ്പൊ 21 വർഷമായി ഒരു ശമ്പളമോ ഒരു റെമ്യൂണറേഷനോ അടുത്ത മാസം ആരെങ്കിലും എനിക്ക് ഇന്നമാതിരി ഒരു ഫിക്സ് എമൗണ്ട് തരുമോ എന്ന് പ്രതീക്ഷയില്ലാതെ ഈ ജീവിതത്തിലെ ഒന്നിനും ലക്ഷ്യം വെക്കാതെ സ്വർഗത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങി. അപ്പോഴാണ് എനിക്ക് ദൈവത്തിൻ്റെ പ്രത്യേക ജ്ഞാനവും അരുളപ്പാടുകളും കിട്ടാൻ തുടങ്ങിയത്. ഞാനിത് പറയുന്നത് വലിയ ഒരു പൊളിച്ചുപണി ആവശ്യമാണ്. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ വിമർശിക്കണമായി തോന്നാം. നമ്മുടെ വിദ്യാഭ്യാസം എന്താ? നമ്മുടെ വിദ്യാഭ്യാസത്തിലെ ലക്ഷ്യം പറയും. നമ്മൾ പഠിക്കുന്നതെല്ലാം ഈ ലോകത്തിൻ്റെ ജ്ഞാനമാണ്, സൃഷ്ടിയെക്കുറിച്ചാണ്. എന്നാൽ സൃഷ്ടാവിനെ കുറിച്ചുള്ള ജ്ഞാനം നമ്മൾ പഠിക്കുന്നുണ്ടോ? സൃഷ്ടിയെക്കുറിച്ചുള്ള ജ്ഞാനമാണ് ബയോളജി, സുവോളജി, കെമിസ്ട്രി, ബോട്ടണി, ഫിസിക്സ്, ആൾജിബ്ര, ട്രിഗ്നോമെട്രി, ആറ്റമിക് സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്. ഇതെല്ലാം സൃഷ്ടിയെക്കുറിച്ചുള്ള ജ്ഞാനമാണ്. ഇത് പഠിച്ച് കഴിഞ്ഞ അവസാനം എന്തോരം പഠിച്ചാലും ഇത്രേ പഠിക്കണുള്ളൂ, എത്ര ഡോളർ കിട്ടും അതെണ്ണാൻ പഠിക്കണം. ഇത്രയും പഠിച്ച ആളും ഓഫീസിലായാലും എവിടെ ചെന്നാലും എന്താ ചർച്ച? അടുത്ത മാസം വല്ല ഇഗ്രിമെന്റ് ഉണ്ടോ? ശമ്പള വർധനമുണ്ടോ? എനിക്ക് ഇത്രയും പൈസ പോരാ, അതുകൊണ്ട് ഞാൻ കൂടുതൽ പൈസയുള്ള ജോലിക്ക് വേണ്ടി പരിശ്രമിക്കും. ഇങ്ങനെയുള്ള ചർച്ചയല്ലേ നമ്മുടെ ഓഫീസിലധികവും. എത്ര കിട്ടിയാലും നമുക്ക് മതിയാവുന്നുണ്ടോ? മതിയാവുന്നില്ല. അങ്ങനെ ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ വളർന്നിരിക്കണം. ഇനി നമ്മൾ അടുത്തപടി പറയുകയാണെങ്കിൽ, ക്ഷമിക്കണം, ഇവിടെ കാത്തലിക് സ്കൂൾസിലെ ടീച്ചേഴ്സോ സിസ്റ്റേഴ്സോ ഉണ്ടെങ്കിൽ എന്തിനാണ് പള്ളിക്കൊരു പള്ളിക്കൂടം വെച്ചുകൊണ്ട് നമ്മൾ കത്തോലിക്ക വിദ്യാഭ്യാസ സംവിധാനം തുടങ്ങിയത്? എന്ത് വ്യത്യാസമുണ്ട് മറ്റുള്ളവരുടെ വിദ്യാഭ്യാസം നമ്മുടെ വ്യത്യാസമായിട്ട്? അതിന്റെ പ്രധാന ഉദ്ദേശമായിരുന്നത് നമ്മുടെ ജനങ്ങൾക്ക് ദൈവിക ജ്ഞാനവും കൂടി അതിൻ്റെ ഇടയിൽ പകരണം എന്നതായിരുന്നിരിക്കാം. എന്നാൽ ഇന്ന് അതെല്ലാം പോയി. പക്ഷേ എങ്കിലും ഒരാശ്വാസത്തിന് നമുക്ക് ഇങ്ങനെ പറയാം, ഇൻഫ്രാസ്ട്രക്ചറുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. 10,000 പിള്ളേര് നമ്മുടെ വിദ്യാലയത്തിൽ പഠിക്കുന്നുണ്ട്. 3,000 ആത്മാക്കളെ പഠിപ്പിക്കുന്ന നമ്മുടെ വിദ്യാലയത്തിൽ 10 വർഷം അവര് ഫുൾ ഡേ ഉണ്ടായിരുന്നിട്ട് നമ്മൾ അവരുടെ ആത്മാവിൽ എന്ത് കൊടുത്തു? ഇതൊക്കെയാണ് ഇനി ചെയ്യേണ്ടത്. എന്ത് ചെയ്യണം? ചെയ്യാനുള്ള കാര്യം പറഞ്ഞുതരാം. അവിടെ എന്തോരം തൂപ്പുകാരും ജോലി ചെയ്യുന്നുണ്ട്. ടീച്ചർ വേണ്ട, ഒരു തൂപ്പുകാരിക്ക് കൊടുക്കുന്ന ശമ്പളം കൊടുത്തിട്ട് വേറൊരു തൂപ്പുകാരിയെ അപ്പോയിന്റ് ചെയ്യണം. ഒരു കൊച്ചു മുറിയിൽ ഒരു ബൈബിളും വെച്ചുകൊണ്ട് അവള് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നു കൊണ്ട്
എലിയാസറിനോട് ഉച്ചത്തിൽ വചനം പ്രഘോഷിക്കാൻ പറഞ്ഞ പോലെ അവൾ അവിടെ ഇരുന്ന് വചനം വായിച്ചിട്ട്, കർത്താവേ, ഈ വചനം ഈ മക്കളുടെ ആത്മാവിന് തൊടണേ എന്ന് പറഞ്ഞ് രാവിലെ മുതൽ വൈകുന്നേരം അവൾ ഇത് ചെയ്താൽ മതി. അതിന് അവൾക്ക് 2500 രൂപയോ 3000 രൂപ ശമ്പളം കൊടുക്ക്, പോട്ടെ, ഒരു തസ്തികയെങ്കിലും ഉണ്ടാവുമല്ലോ. നടക്കോ? ഇത് നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? ദൈവിക ജ്ഞാനം ഈ 3000 ആത്മാക്കൾ നമ്മുടെ സ്കൂളിൽ 10 വർഷം പഠിച്ചു കഴിയുമ്പോഴേക്കും അവരെന്തെല്ലാം പഠിച്ചോ അതിനെ ദൈവിക ജ്ഞാനത്തിലൂടെ നയിക്കണ ഒരു ചലനം അവരെ ആത്മാവിലുണ്ടാവും. ഇതുണ്ടാകും. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ പ്ലസ് പോയിന്റ് എന്താ? നമുക്ക് ധാരാളം ഇൻഫ്രാസ്ട്രക്ചറുകളുണ്ട്, ധാരാളം സ്കൂളുകളും കോളേജുകളും എഡ്യൂക്കേഷൻ സംവിധാനങ്ങൾ, ആശുപത്രികളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഒരു ഗവൺമെന്റിന്റെ പാരലൽ സിസ്റ്റമാക്കി നടത്താൻ വേണ്ടി അല്ല തന്നേക്കണത്. ഇതിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ജ്ഞാനം പകരാനായിട്ട് നമ്മൾക്ക് വേണ്ട സംവിധാനങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾക്ക് ഇഷ്ടം പോലെ വൈദികരും സിസ്റ്റേഴ്സ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആത്മാവിനാൽ ജ്വലിക്കുന്ന അനേകം ഭക്തജനങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. പക്ഷേ ഇവിടെ ഈ ബാലൻ ദാവീദ് കുമാരനെ പോലെ കവിണയും കല്ലും എടുക്കണം, കർത്താവിന്റെ ആത്മാവ് കൊണ്ട് നീങ്ങണം, ദൈവത്തിന്റെ ജ്ഞാനം കൊണ്ട് നിറയണം. സ്നേഹമുള്ളവരെ, എന്നെ വളരെയധികം വേദനിപ്പിക്കാറുണ്ട് ഒരു കാര്യം ഞാൻ ചിന്തിക്കുമ്പോൾ. നമ്മളുടെ കേരള കത്തോലിക്ക സഭയിൽ തന്നെ കേരളം ഇത്രയും അനുഗ്രഹീതമായ സ്ഥലമാണ്, സാക്ഷരത നിറഞ്ഞ സ്ഥലമാണ്. നമ്മൾ തോമാസ് ശ്ലീഹായുടെ കാലം മുതൽ 2000 വർഷമായിട്ട് വിശ്വാസത്തിൽ വന്നിട്ടുള്ളവരാണ്. നമുക്ക് 33 രൂപതകളും 5000-ൽ പരം ഇടവകകളും എത്രായിരം ജനങ്ങളുമുണ്ട്. നമുക്കില്ലാത്തത് എന്താ ഉള്ളേ? നമുക്ക് ഓരോ പള്ളിക്കും പള്ളിക്കൂടമുണ്ട്. നമ്പർ എടുത്ത് നോക്കുമ്പോൾ പള്ളികളേക്കാൾ കൂടുതൽ പള്ളിക്കൂടമുണ്ട്. നമുക്ക് ഡിഗ്രി കോളേജുകളുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്, മെഡിക്കൽ കോളേജുകളുണ്ട്, വലിയ വലിയ പേരുകേട്ട സ്ഥാപനങ്ങളുണ്ട്. എന്നാൽ ഒരു ബൈബിൾ കോളേജ് ഉണ്ടോ? ഒരു ബൈബിൾ കോളേജ് ഉണ്ടോ? ഈശോ പറഞ്ഞു, മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ അധരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനവചസ്സുകൾ കൊണ്ടാണ്. ഇതാണ് ഞാൻ പറയണത്. ഒരു വലിയ പൊളിച്ചു പണി ആവശ്യമുണ്ട്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിന് വല്ലതും ഇതിനുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ ഇല്ലയോ? ഒരു ബൈബിൾ കോളേജ് ഉണ്ടാക്കാൻ സ്ഥലത്തിന് കുറവുണ്ടോ? പൈസയ്ക്ക് കുറവുണ്ടോ? അത് നടത്താനുള്ള എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള തിയോളജിക്കൽ ആയിട്ടുള്ള ഫോർമേഷനുള്ള സിസ്റ്റേഴ്സും അച്ഛന്മാരും ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഒരുപക്ഷെ ആ മനുഷ്യർക്ക് ഇതിന്റെ ആഗ്രഹമില്ല. മനുഷ്യർക്ക് ആഗ്രഹമുള്ളതൊക്കെ ഉണ്ടാക്കണം. മനുഷ്യർക്ക് ആഗ്രഹമുള്ളത് പഠിച്ച് വലുതാക്കി കാശുണ്ടാക്കണം, സംവിധാനം ഉണ്ടാക്കണം. ഇപ്പൊ ഒരാള് ബൈബിൾ പഠിക്കാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയാൽ തന്നെ 4 വർഷത്തെ ഒരു ബൈബിൾ പഠന പദ്ധതിയിൽ നമ്മുടെ പിള്ളേരെ നമ്മൾ വിടുമോ? നമ്മൾ ചോദിക്കും, എന്നാ കിട്ടാനാ അത് കഴിഞ്ഞിട്ട്? ഇത് പഠിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടും? അപ്പൊ നമ്മുടെ പഠനമെല്ലാം എന്തെങ്കിലും ഭൗതികമായ ലാഭത്തിന് വേണ്ടിയാണ്, ജ്ഞാനം കിട്ടാൻ വേണ്ടി അല്ല. ഇതെല്ലാം ഞാൻ പറയുമ്പോൾ എന്തെങ്കിലും ഒരു പുതിയ ആശയം തോന്നുന്നുണ്ടോ? അറ്റ്ലീസ്റ്റ് മധ്യസ്ഥ പ്രാർത്ഥനയെങ്കിലും നടത്താല ഇത് വെച്ചിട്ട്. ഞാനിത് ഒരിക്കലൊരു സ്ഥലത്ത് പറഞ്ഞപ്പോ അവിചാരിതമായിട്ടൊരു അച്ഛൻ അവിടെ വന്ന് സാധാരണ വേഷത്തിലിരുന്ന് കേൾക്കണ്ടായിരുന്നു. അപ്പോ അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോ അദ്ദേഹമാണ് കുർബാന ചെല്ലാൻ പറയുന്നത്. അപ്പൊ ലോകമായിട്ട് വന്നപ്പോഴും മനസ്സിലായത് ഇങ്ങനെ ഇതിനിടയ്ക്ക് വന്ന് നമ്മുടെ ടോക്ക് 1 മണിക്കൂർ കേട്ടിട്ട് പോയത്. അച്ഛൻ എന്നിട്ട് പ്രസംഗിക്കാൻ കയറിയിട്ട് അച്ഛൻ പറയണം, ഞാൻ ആദ്യത്തെ ദിവസം ഇവിടെ വന്ന് ബാക്കിലിരിക്കണ്ടായിരുന്നു, ബ്രദർ എന്നെ അത്ര ശ്രദ്ധിച്ചില്ല. പക്ഷെ ആ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എനിക്ക് അവിടെ ഇരിക്കപ്പുറത്തില്ലാണ്ട് ഞാൻ ഓടി.
ബ്രദർ പറഞ്ഞ ഇതായിരുന്നു, ഈ കേരള സഭയ്ക്ക് എന്തില്ലാഞ്ഞിട്ടാ? എല്ലാം ഉണ്ട്, പക്ഷെ ഒരു ബൈബിൾ കോളേജ് ഉണ്ടോ? ഇതെന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. എന്നിട്ട് ഞാൻ പോയി ഉടനെ കമ്പ്യൂട്ടറിലെല്ലാം ചെക്ക് ചെയ്തു, നമുക്ക് എത്ര ഇൻസ്റ്റിറ്റ്യൂഷനുകളുണ്ട്. ഇതെല്ലാം ഞാൻ കണ്ടപ്പോൾ എൻ്റെ ഹൃദയം കൂടുതൽ പ്രയാസപ്പെട്ടു. എവിടേക്കാ നമ്മൾ പോണേ? എന്താ നമ്മൾ ചെയ്യണേ? പോസിറ്റീവായിട്ട് അച്ഛൻ എന്നിട്ട് പറയാണ്, തീർച്ചയായിട്ടും ഇതാണ് നമ്മുടെ കുറവ്. നമ്മൾ ഈ പഠിക്കണതും ഇതൊന്നും പോരാ. ഇതെല്ലാം പറഞ്ഞത് എന്തുകൊണ്ടാ? എന്താ കൊറിന്ത്യോസിൽ പറഞ്ഞത്? നിങ്ങൾ ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നവരാണെങ്കിൽ, ഈ ജീവിതത്തിന് വേണ്ട സംവിധാനങ്ങളും വളർച്ചകൾക്കും വേണ്ടി മാത്രം നിങ്ങൾ പഠിച്ചു വരികയാണെങ്കിൽ, അല്ലേ, അതല്ലേ നമ്മുടെ പഠിപ്പീര് മുഴുവനും കിട്ടണത്, നിങ്ങൾ നിർഭാഗ്യവാന്മാരാണ്. ഇനിയിപ്പോ ഞാനൊരു ബൈബിൾ കോളേജിലും പഠിച്ചില്ല. ഞാൻ സ്വന്തം പറ്റിയ രീതിയിൽ ബൈബിളും കാറ്റഗീസവും വീടിലും നടക്കുമ്പോഴും ഫുട്പാത്തിലും റെയിൽവേ സ്റ്റേഷനിലും എയർപോർട്ടിലും ഒക്കെ ഇരുന്ന് സമയം കിട്ടുന്ന സമയത്തൊക്കെ ഇത് രണ്ടും വെച്ച് വായിച്ച് പഠിച്ചതാണ് ഈ പറയുന്നത് മുഴുവൻ. ഇത് നമുക്ക് ഓരോരുത്തർക്കും ചെയ്തൂടെ? അപ്പൊ നമ്മുടെ സമയം, നമ്മുടെ എഫർട്ട് എല്ലാം നമുക്ക് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് ശക്തി, ദൈവത്തിന്റെ ജ്ഞാനം നമ്മിലേക്ക് ഒഴുക്കുമ്പോൾ നമ്മുടെ ഈ ജീവിതത്തിന്റെ മുഴുവൻ വീക്ഷണത്തിൽ ഒരു കംപ്ലീറ്റ് വ്യത്യാസം ഉണ്ടാകണം. ഒരു വലിയ കഴിഞ്ഞ 2 ആഴ്ച മുമ്പായിട്ട് 2-3 ആഴ്ചയ്ക്ക് മുമ്പ് കൊല്ലത്ത് ഇതേമാതിരി ഒരു വലിയ ധ്യാനം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടുത്തെ സുപ്പീരിയർ സിസ്റ്റർ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്നത് കേൾക്കും. കേട്ടിട്ട് അവസാനം പറയാൻ, തോമസ് പോളെ